മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെ മുൻ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പി യു ദാസ്, എന്താണ് ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വയനാടിന്റെ ചരിത്രം പരിശോധിക്കുകയാണെന്ന് വെച്ചാൽ സീസ്മിക് മൂവ്മെന്റിന്, അതായത് ഭൂകമ്പം പോലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുവരെ അങ്ങനെ ചരിത്രപരമായിട്ടുണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാന പ്രശ്നങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്, ഇപ്പൊ പ്രകമ്പനം കേട്ടിരിക്കുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത ഒന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് അമ്പുകുത്തി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൽ ഗുഹയുടെ കിഴക്കൻ ചെരുവിലാണ്. ഈ കിഴക്കൻ ചെരുവിൽ ഒരു നേരത്തെ തന്നെ 2019 തന്നെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ പ്രളയ സമയത്ത് വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നേരത്തെ തന്നെ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അടിയിലൂടെ പൈപ്പിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ആ പൈപ്പ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അതൊരു കേവ് രൂപത്തിലേക്ക് വരികയാണെങ്കിൽ ആ കേവിലേക്ക് അതിന്റെ ഓവർ ബർഡൻ, മുകളിലുള്ള മണ്ണോ പാറയോ ഒക്കെ കൂടി അതിശക്തമായ ശബ്ദത്തോടു കൂടിയിട്ട് താഴേക്ക് വീഴുന്ന ഒരു സംഭവം ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് പലയിടത്ത് കാണാം, കെട്ടിടങ്ങൾ താഴ്ന്നു പോകുന്നു, കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു പോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ പൈപ്പിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത്തരം ഈ ഓവർ ബർഡൻ താഴേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന ഒരു പ്രകമ്പനം വലിയ ശബ്ദത്തോടു കൂടിയിട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ എന്റെ ഒരു സംശയം ശ്രീദാസ്, ഈ ഇത്തരത്തിൽ ഇങ്ങനെ ഈ പൈപ്പ് പ്രതിഭാസം ഉണ്ടാകുമ്പോൾ, ഭൂമിക്കടിയിൽ പൈപ്പ് പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അത് വെള്ളം ഒരിടത്തേക്ക് ഘനീഭവിക്കുകയും വീണ്ടും ഇതുപോലെ മണ്ണിടിച്ചിലുള്ള സാധ്യത വീണ്ടും പറയാമോ? ഭൂമി കുലുക്കമല്ലായിരിക്കാം. ഈ സ്ഥലത്തെ സബ്സൈഡ് ചെയ്തു പോകുന്നതിനാണ് കൂടുതൽ, പൈപ്പിംഗ് കൂടുതലായിട്ട് കാണുന്ന സ്ഥലത്ത് കൂടുതലും ഭൂമി ഇടിഞ്ഞ് നിരങ്ങി നീങ്ങുന്നതിനായിട്ടുള്ള സാഹചര്യമാണ് കൂടുതൽ. ഉരുൾപൊട്ടലല്ല അവിടെ സംഭവിക്കുന്നത്. കാരണം വെള്ളം വാർന്നു പോകുന്നതിനനുസരിച്ച് ഈ ക്രാക്ക് ഉണ്ടാകുന്നു. ഈ ക്രാക്ക് സാധാരണ ഒരു കുന്നിന്റെ ചരുവിൽ ഒരു ഓവൽ ഷേപ്പിലാണ്, ഒരു മഴവില്ലാകൃതിയിലുള്ള ക്രാക്കാണ് സാധാരണ രൂപപ്പെടാറ്. ആ മഴവില്ലാകൃതിയിലുള്ള ക്രാക്കിൽ നിന്ന് താഴെ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം പല പ്രതിഭാസങ്ങളും വയനാട് തന്നെ കണ്ടു. ഒരു അപകടം സംഭവിക്കില്ലേ? അപകടം ആ ക്രാക്കിനകത്ത്, അതായത് ആ ഓവൽ ഷേപ്പ് മഴവില്ലാകൃതിയിലുള്ള ആ കുന്നിനകത്ത് വീടുകളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ഇതിലുണ്ടായിരുന്ന 2019 സംഭവിച്ച തിരുനെല്ലി പഞ്ചായത്തിലെ പ്ലാമൂല എന്ന് പറഞ്ഞ സ്ഥലം, ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞു താഴ്ന്നു, വീടുകളൊക്കെ 7 മീറ്ററോളം താഴേക്ക് പോകുന്ന ഒരു പ്രതിഭാസം അവിടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട് വയനാട്ടിലെ 3-4 സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളുണ്ട്, അനിഷ്ട സംഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് സുഗന്ധഗിരിയിലും കാണുന്നത്. സുഗന്ധഗിരിയിൽ ഈ ശബ്ദം കേട്ട പ്രദേശത്ത് 2020 ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്രാക്ക് മാത്രമല്ല, അവിടെ ഒരു ഗുഹ പോലുള്ള ഈ ക്രാക്ക് ഉണ്ടാകുന്ന ബൗണ്ടറിയിൽ മാത്രമാണ് പ്രശ്നമുള്ളത് അല്ലേ? ക്രാക്കിന്റെ ബൗണ്ടറിക്ക് അകത്താണ് ഇത് സബ്സൈഡ് ചെയ്ത് ഇടിഞ്ഞ് താഴേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുള്ളത്. അതിനപ്പുറത്തേക്കല്ല, പിന്നീട് ഫർദറായിട്ട് പിന്നീട് മണ്ണിടിയാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും. താങ്ക് യു പി യു ദാസ്. പി യു ദാസാണ് മുൻ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെ ഓഫീസർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, എന്താണ് ഇപ്പോഴത്തെ പ്രതിഭാസം? സ്വാഭാവികമായും ഈ പൈപ്പിംഗ് പ്രതിഭാസമാകാം, ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന വിള്ളലിലൂടെ വെള്ളം അകത്തേക്ക് കടക്കുന്നതാകാം. അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള മണ്ണിൻ്റെ ചലനത്തെ, കീഴ്പോട്ടുള്ള ചലനത്തെ സാധ്യമാക്കും. അത് ഉരുൾപൊട്ടൽ പോലെ അപകടകരമല്ല, പക്ഷേ ക്രാക്ക്, അതായത് ഈ വിള്ളൽ വരുന്ന സ്ഥലങ്ങളിൽ വീടുകളുണ്ടെങ്കിൽ അവർ ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഉരുൾപൊട്ടലോളം വലിയ അപകടം അതിൽ കൽപ്പിക്കാനാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഞാൻ